ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എക്സസൈസ് തുടങ്ങിയില്ലേ? എന്നാൽ ഇപ്പം തന്നെ തുടങ്ങണേ. നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല കാര്യമാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ജിമ്മിന് പോയി തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ മോഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന പേരാണ് ഞങ്ങളുടെ ജിം ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മ് തന്നെയാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഓൺലി ലേഡീസാണ് എല്ലാവരും ചെയ്യണത്, ലേഡീസ് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതും ലേഡീസാണ്, ട്രെയിനർമാരൊക്കെ ലേഡീസാണ്. അപ്പം ഹർഷ മാഡം, രജിത മാഡം ഒക്കെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. അപ്പം ഈ ഇപ്പോഴത്തെ കാലത്ത് രോഗാവസ്ഥ കൂടുതലാണ്, പെട്ടെന്ന് രോഗം വരുന്നു, എന്തൊക്കെയോ പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറുപ്പം ഈ പ്രായവ്യത്യാസ ഭേദമന്യേ എല്ലാവർക്കും തന്നെ അസുഖങ്ങളുള്ളവരാണ്. വേദനയില്ലാത്ത മനുഷ്യരാരുമില്ല. ലേഡീസ് ജെൻറ്റ്സ് എല്ലാവരും ആയിക്കോട്ടെ, വേദന ചെറിയ കുട്ടികൾക്ക് പോലും ഈ കാലത്ത് വേദനയുള്ളതാണ്, നടുവേദനയും കൈകാല് വേദനയൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താം ഇങ്ങനെയുള്ള ജിമ്മ് ക്ലാസ്സിൽ പോയി. മെഷീൻസ് ഞാൻ കുറച്ചൊക്കെ ചെയ്യുള്ളൂ, പക്ഷേ ഫ്ലോർ എക്സസൈസാണ് കൂടുതലും ചെയ്യുന്നത്. മെഷീൻസ് ചിലതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ജിമ്മിന് പോകാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ, പോകാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ വീട്ടിൽ തന്നെ കുറച്ച് ഫ്ലോർ എക്സസൈസ് ദിവസം ചെയ്യുക. അപ്പോൾ ദിവസം അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞങ്ങൾ പോണ ഈ ജിം ക്ലാസ്സിൽ മെഷീൻസൊക്കെ ഉണ്ട് ചുറ്റിലും. സെൻറ്ററിലാണ് ഞങ്ങൾ ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശനിയാഴ്ച ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ ഓണാഘോഷ പരിപാടി വെച്ചിരുന്നു. അപ്പോൾ അതിനുള്ള പൂക്കളം ഒരുക്കണ തിരക്കിലാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവിടെ ജിമ്മിന് വരുന്നവരാണ് എല്ലാവരും ഈ എക്സസൈസ് ചെയ്യാൻ വരുന്നത്. വലിയ ജിമിനേഷൻ ആവാനൊന്നുമല്ല ഞങ്ങൾ അവിടെ പോയി ചെയ്യുന്നത്. കഴിയുന്നത്ര ഞങ്ങളുടെ ബോഡിയിലുള്ള പെയിൻ കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വെയിറ്റ് കുറയ്ക്കാനൊക്കെ കൂടിയാണ് ഞങ്ങൾ പോയി അവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ജിംനേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എക്സസൈസ് ദിവസം ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ പരമാവധി ആരോഗ്യത്തോടെ ഇരിക്കാനാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജോലി ചെയ്യുമ്പോൾ വേദനയില്ലാതെ, ബോഡി പെയിൻ ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാനാണ് ആഗ്രഹം എല്ലാവർക്കും. അപ്പം അതില്ലാതിരിക്കണമെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ബോഡിക്ക് എക്സസൈസ് ആവശ്യമുണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന അത്ര നിങ്ങൾ എക്സസൈസ് ചെയ്യുക ദിവസവും. ഫുഡ് മാത്രമല്ല നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യം, എക്സസൈസും കൂടി വേണം. എന്നാലേ നമ്മുടെ ബോഡി ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. അത് ഞാൻ ഇങ്ങനെ പോയി ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എല്ലാവരും ഈ പരിപാടി തുടങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും തന്നെ ജോലി ചെയ്യുമ്പോൾ വേദനയില്ലാതെ ചെയ്യണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ എക്സസൈസിനെ കുറിച്ച് മാഡം പറയണത് കൂടി കേൾക്കും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വേദനകളോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ് ബാക്ക് പെയിൻ, ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും വരും. അതൊരു ഏജിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നുണ്ട്, ചെറിയ മക്കൾക്ക് പോലും വരുന്നുണ്ട്. അതിന് പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇപ്പോൾ PCOD, തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടിരിക്കാനും നമ്മളതിനെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെയുള്ള ഇൻട്രാക്ഷൻ സെഷനിൽ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓണപരിപാടിയുടെ ഇടയ്ക്കാണ് അവിടെ ഞങ്ങളുടെ ഹർഷ മാഡം ഈ എക്സസൈസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ്. കുറച്ച് ഇങ്ങനെ വേറെ സൗണ്ടൊക്കെ ഉണ്ടാവും, ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് മാഡത്തിൻ്റെ മോനാണ്, ഗസ്റ്റായിട്ട് വന്നത് രജിത മാഡത്തിൻ്റെ മോനാണ്. ഇത് രജിത മാഡം.
ഞങ്ങൾക്ക് മറ്റേ ഹർഷ മാഡം ഉണ്ട്, രജിത മാഡം 2 പേരുണ്ട്. പിന്നെ ട്രെയിനേഴ്സ് 2 പേരാണ്. രാവിലെ ഒരു ട്രെയിനേഴ്സുണ്ട്, റഹ്മൻ ട്രെയിനർ. പിന്നെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് സ്വപ്ന ട്രെയിനർ ജിമ്മിൽ. അപ്പോൾ രാവിലെ 6 to 7:30 വരെ, പിന്നെ 10 to 11:30 വരെ ബാച്ചാണ്. ഉച്ച കഴിഞ്ഞ് 3 മണി തൊട്ട് 6:45 വരെ ഉണ്ടാവും വൈകിട്ട്. അപ്പോൾ ദിവസം റെഗുലറായിട്ട് ക്ലാസ് ഉണ്ട്. ഞായറാഴ്ച ലീവാണ്. അപ്പം ഞാൻ ദിവസം റെഗുലറായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് എടുക്കുള്ളൂ. ഇത് ഞങ്ങളുടെ മാഡം ഓണാശംസകൾ പറഞ്ഞതാണ്. ഓക്കെ.